ഹായ്, എല്ലാവർക്കും നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് ദോശയാണ്. പക്ഷേ ഇത് സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന പോലത്തെ ഗോതമ്പ് ദോശയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ളൊരു ഗോതമ്പ് ദോശയാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കറിയൊന്നും ഇല്ലെങ്കിൽ പോലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് തക്കാളി ചട്നിയാണ്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗോതമ്പ് ദോശയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ 240 ml കപ്പിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ദോശയുടെ ബാറ്റർ പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, കട്ടയില്ലാതെ. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു വിസ്ക് ഇല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. വിസ്ക് ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. ഇതുപോലെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും കട്ടയില്ലാതെ നല്ല ബാറ്ററായിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഞാനൊരു 2 കപ്പ് വെള്ളം ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്, ഇതുപോലത്തെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ടൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതുകൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ലൂസ് ബാറ്ററായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് ചെറുതായിട്ടൊരു കളർ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാളയാണ്, ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റായിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത്, നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല, കാരണം ക്യാരറ്റ് ഒത്തിരി അങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. സവാളയും ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് ഈ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒത്തിരി അങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മളിത് പച്ചക്ക് പൊടിയിലേക്ക് ചേർക്കുന്നതിനേക്കാളും ഇതുപോലെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഒരു മിനിറ്റൊക്കെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. പിന്നെ ക്യാരറ്റും ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു പച്ചപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. പിന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും നമ്മുടെ ദോശയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് ചേർത്ത് കൊടുത്താലും മതി നമ്മുടെ മാവിലേക്ക്. ഇപ്പം നമ്മുടെ ഈ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാവ് കുറച്ച് ലൂസായിട്ട് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ്. ഇതുകൂടെ ചേർത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി കട്ടിയായി പോവും. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരകിയതുകൂടെ ചേർക്കുന്നുണ്ട്. ഇടയ്ക്ക് ആ തേങ്ങ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒത്തിരി കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് കുറച്ച് ലൂസാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ സാധാരണ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിലേക്ക് ഒരു 2 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒത്തിരി ലൂസായിട്ടല്ല എടുത്തിട്ടുള്ളത്, ഒത്തിരി കട്ടിയിലും അല്ല. നമുക്ക് അത്യാവശ്യം ഒന്ന് പരത്തിയെടുക്കാൻ പറ്റുന്നൊരു രീതിയിലാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തായിട്ട് ഞാൻ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് കൂടെ ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നെയ്യൊക്കെ ഒന്ന് തടവുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ 2 സൈഡും അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം.
ഇത്രേ ഉള്ളൂ നമ്മുടെ ഗോതമ്പ് ദോശ. അപ്പോൾ ഇതുപോലെ നമുക്ക് അടുത്തതും റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് നമ്മൾ മസാല ചെയ്ത സമയത്ത് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ച് എരിവുള്ള ദോശ പോലെ കിട്ടും. ഞാനിപ്പോൾ ഇതിൽ പച്ചമുളക് മാത്രം ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ദാ നമ്മുടെ ദോശ റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തു. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് തക്കാളി ചട്നിയാണ്. തക്കാളി ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അപ്പം തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്